ലീഗുകാരുണ്ടാക്കിയ ജനകീയമായി ഉണ്ടാക്കിയ ഒരു ഫണ്ടാണല്ലോ. ആ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അതിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നം. ആ അഴിമതി സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അവരും പറയേണ്ടതുണ്ട്, ആവശ്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഇടതുപക്ഷം മുന്നണി വിപുലപ്പെടുത്തുകയോ അല്ലെങ്കിൽ മുന്നിലെ ചില ഇഷ്യൂസൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ മുന്നണിപ്പെട്ട ചില ആളുകളെയൊക്കെ വിസ്മയകരമായി കൊണ്ടുവരുന്നത് അതാ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്, വിവരപ്പെടുത്തുകയോ ഇല്ലയോ. ഞങ്ങൾ നിരന്തരമായി വിവരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിവരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വിസ്മയകരമായ രീതിയിൽ മുന്നണിയിലേക്ക് UDF-ലേക്ക് ആളോട് കൊണ്ടുവരുന്നതാണല്ലോ പാർട്ടിയെ. സതീശൻ എത്ര വരെ വരാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് അതിലൊന്നും കനുകൂലിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കക്ഷി. കനുകൂലി വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് വാങ്ങിയ സ്ഥലത്ത് വലിയ അഴിമതി നടന്നു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അന്വേഷിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ലീഗുകാരുണ്ടാക്കിയ ജനകീയമായി ഉണ്ടാക്കിയ ഒരു ഫണ്ടാണല്ലോ. ആ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അതിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നം. ആ അഴിമതി സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അവരും പറയേണ്ടതുണ്ട്, ആവശ്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതെ, അതാണ് പറയുന്നത്. അപ്പോൾ അത് തോട്ടം ഭൂമി വാങ്ങാനേ പാടില്ല, വിൽക്കാനും പാടില്ല. അങ്ങനെയുള്ള ഭൂമിയാണ് വാങ്ങിയതെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് ബന്ധപ്പെട്ട ആളുകൾ. എന്താ നമുക്ക് കുരുക്കി സംസ്ഥാനം എന്ത് നിയമക്കുരുക്കുണ്ടാക്കിയത്? തോട്ടഭൂമി വാങ്ങാൻ പാടില്ല എന്നുള്ളത് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു നിയമമോ അല്ലെങ്കിൽ കുരുക്കാണോ? അതെല്ലാം മുമ്പ് തന്നെയുള്ള നിയമമാണ്. നിയമം അനുസരിച്ചിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയും എന്നിട്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചത് ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ? അതൊക്കെ ശുദ്ധ അസംബന്ധം പറയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്കത് നോക്കണം, പരിശോധിക്കേണ്ട കാര്യമില്ല. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. ഒന്നുമില്ല, ഒന്നും പറയാനില്ല.